ഇപ്പോ എത്ര പേരായി? 10 പേരായി അല്ലേ? 10 പേരായി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് കേട്ടാട്ടോ. ശരി ശരി. അപ്പൊ നമ്മള് ദർശനശാസ്ത്രങ്ങളുടെ തുടർച്ചയായിട്ടുള്ള പരിചയാത്മകമായിട്ടുള്ള ക്ലാസ് ആണ്. സമുദ്യത എന്ന് പറഞ്ഞൊരു കുട്ടി കയറിയോ? അപ്പൊ ഇന്ന് നമ്മള് മീമാംസാ ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് പൂർവ്വമീമാംസ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 12 അധ്യായങ്ങളോട് കൂടിയതാണ്. 2700-ൽ പരം സൂത്രങ്ങൾ അതിലുണ്ട്. ഈ സൂത്രങ്ങൾ എന്ന് പറയുന്നത് കർമ്മകാണ്ഡ വിഷയ സംബന്ധിയാണ്. വൈദിക കർമ്മസംബന്ധമായിട്ടുള്ള വിഷയത്തെയാണ് പൂർവ്വമീമാംസ അനേകം പ്രകരണങ്ങളായിട്ട് വിശദമാക്കുന്നത്. എപ്പോഴാണോ നമ്മൾ ആശയങ്ങളെ വർക്കൗട്ട് ചെയ്യുന്നത്, അപ്പോഴാണ് മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാവുക. പറഞ്ഞു തരുമ്പോൾ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം മനസ്സിലായതായിട്ടും ഇനിയൊന്നും മനസ്സിലാവാൻ ബാക്കിയില്ല എന്നും തോന്നും. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അജ്ഞാനമാണ് അതിന് കാരണം. ഒക്കെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള തോന്നൽ. നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് പലപ്പോഴും നമുക്ക് തോന്നും, ഈ ബുക്കിൽ പഠിച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ ജീവിതത്തിൽ കാണുന്നത്. ജീവിതത്തിൽ നമ്മൾ കാണുന്നതായ സിറ്റുവേഷൻസ് അത് അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഈ ശാസ്ത്രങ്ങളുടെ ഏടുകളിൽ നിന്ന് നമ്മൾ എവിടെ നിന്നും ഗ്രഹിച്ചിട്ടില്ല. ഇതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു ചർച്ച ഉപനിഷത്തിൽ ആരുണിയും ശ്വേതകേതുവും തമ്മിലുണ്ട്. ശ്വേതകേതുവിന്റെ പുത്രനായിരുന്നു ആരുണി. അങ്ങനെ വിധിവത് അധ്യയനം പൂർത്തിയാക്കി മടങ്ങി വന്ന മകനോട് ആരുണി ചോദിച്ചു, എന്തറിഞ്ഞാലാണോ എല്ലാം അറിയുന്നതായി തീരുന്നത്? എന്തറിഞ്ഞാലാണോ എല്ലാം അറിയുന്നതായി തീരുന്നത്? ഏതാണ് മകനെ ആ ഒന്ന്? ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം നമുക്ക് വെളിവാകുന്നത്? ആ ഒന്ന് ഏതാണ്? അപ്പൊ ഈ ശാസ്ത്രത്തിന്റെ സ്മൃതിയിലുള്ളതായ ഏടുകളെല്ലാം ശ്വേതകേതു മറിച്ചു നോക്കി. അച്ഛനായിട്ടുള്ള ആരുണിയുടെ ചോദ്യത്തിന് ആ ഓർമ്മച്ചിപ്പിൽ എവിടെയും ഉത്തരമുള്ളതായിട്ട് ശ്വേതകേതുവിന് തോന്നിയില്ല. അപ്പൊ ആ മകൻ അച്ഛനോട് പറഞ്ഞത്, അങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഗുരു എനിക്ക് പറഞ്ഞു തരാതിരിക്കില്ല. അപ്പൊ കിട്ടുന്നില്ലെങ്കിലോ?
ഗുരു പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നില്ല. ഉപനിഷത്ത് ആണയിട്ട് പറയുന്നു, ബ്രഹ്മണി വാ അരേ വിജ്ഞാതേ സർവം ഇതം വിജ്ഞാതം ഭവതി. ബ്രഹ്മണി വാ അരേ വിജ്ഞാതേ സർവം ഇതം വിജ്ഞാതം ഭവതി. നീ ആ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയുന്നതായി. പിന്നെ അറിയാനൊന്നും ബാക്കിയില്ല. ഉപനിഷത്ത് പ്രകരണത്തിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ആരുണി ശ്വേതകേതു സംവാദത്തിൽ നിന്ന് ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്. പൂർവമീമാംസയുടെ അധ്യയനത്തിൽ കൂടി ബ്രഹ്മത്തെ നമുക്ക് അറിയാൻ കഴിയില്ല. പൂർവമീമാംസയുടെ അധ്യയനം വഴിക്ക് ബ്രഹ്മത്തെ നമുക്ക് അറിയാൻ കഴിയില്ല. അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ അതിന്റെ പരാമർശം അതിന്റെ പംക്തികളിൽ ഉണ്ടായിരുന്നേനെ. ആരുണിയുടെ ചോദ്യം പ്രസക്തമാണ്, ശ്വേതകേതുവിന്റെ ആലോചന പ്രസക്തമാണ്, ശ്വേതകേതു അതിന് കണ്ടെത്തിയ ഉത്തരം അതും വളരെ പ്രസക്തമാണ്. അതിൽ ഒന്നും തന്നെ അല്പം പോലും പതിരില്ല, ഒരു പൊള്ളത്തരവും അതിലില്ല. അങ്ങനെയെങ്കിൽ എന്താണ് ഈ പൂർവമീമാംസയുടെ വിഷയം? അതിലൂടെ എന്താണ് നമുക്ക് ലഭ്യമാകുക? പൂർവമീമാംസയുടെ അധ്യയന അനുഷ്ഠാനങ്ങൾ വഴിക്ക് നമുക്ക് എന്താണ് ലഭ്യമാകുക? അപ്പൊ അതിന്റെ ഉത്തരമാണ്, പൂർവമീമാംസയുടെ അധ്യയനം വഴിക്ക് നമുക്ക് ദേവതാജ്ഞാനമുണ്ടാവും. മോശം എന്നല്ല പറഞ്ഞത്, വേണ്ടാത്തതെന്നല്ല പറഞ്ഞത്. നമുക്കത് ദേവതാജ്ഞാനത്തെ നൽകുന്നു പൂർവമീമാംസ. അവിടെ ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ചയില്ല. അതുകൊണ്ട് അത് വായിച്ചവർക്കും പഠിച്ചവർക്കും തോന്നി, ഈ ഗ്രന്ഥം ബ്രഹ്മത്തെ നിഷേധിക്കുന്നതാണോ? അങ്ങനെ ഒരു ഖ്യാതിയും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പൂർവമീമാംസ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ഖ്യാതി ഉണ്ടായതുകൊണ്ട് പൂർവമീമാംസയ്ക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല. അല്ലെ? എത്ര പേരുദോഷങ്ങൾ നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ഓരോരുത്തർ പറയണു. നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? അല്ല, ഉള്ളവർക്കുണ്ട്. ആരെക്കുറിച്ചും ലോകം വല്ല മോശം പറയാത്തതായിട്ടുണ്ടോ? അപവാദം പറയാത്തതായിട്ടുണ്ടോ? ചെറുതും വലുതുമായിട്ട് അപവാദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ ഈ പൂർവമീമാംസാ ശാസ്ത്രത്തെക്കുറിച്ചും ജൈമിനി, അതിന്റെ പ്രണേതാവായിട്ടുള്ള ജൈമിനി മുനിയെ കുറിച്ചും പൊതുവെയുള്ള ധാരണ അദ്ദേഹത്തിന് ബ്രഹ്മത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. അറിയുമായിരുന്നെങ്കിൽ പൂർവമീമാംസയിൽ പറഞ്ഞേനല്ലോ. അപ്പൊ നമ്മൾക്ക് എന്താ അതിന്റെ പ്രയോജനം? ഇന്ന് ദേവത എന്നൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കാണാത്ത ഏതോ ഒരു ലോകത്ത് ദിവ്യഭൂഷാംബരന്മാരായിട്ട് നിലകൊള്ളുന്നതായ ഏതൊക്കെയോ ശക്തികൾ എന്നാണ് ദേവതകളെ കുറിച്ച് ലൗകികരായ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നിപ്പോ ഹിന്ദു ദേവി ദേവതകളെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ആക്ഷേപങ്ങളെ ഉന്നയിക്കുന്നവർ വളരെ തീവ്രമായിട്ടാണ് ആക്ഷേപങ്ങളെ ഉന്നയിക്കുന്നത്. കാരണം ഹിന്ദുവിന്റെ ചോരയെല്ലാം ആവിയായി പോണം. അതാണ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരുടെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം പോലെ തന്നെ അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രക്തം ആദ്യം തിളയ്ക്കും, അതിൽ വെള്ളം ആദ്യം തിളയ്ക്കും, പിന്നെ അതേ ആവിയായിട്ട് പൊങ്ങാം.
അങ്ങനെ രക്തം തിളച്ച് 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 അത് ആവിയായി നമ്മൾ പൊന്തുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ ആരോപണം അത് ഫലം കണ്ടു എന്നർത്ഥം. അഗ്നി, വായു, ഇന്ദ്രൻ മുതലായ ദേവതാവിശേഷങ്ങളെ മന്ത്രങ്ങൾ പറയുന്ന രീതിയിൽ, മന്ത്രത്തിന്റെ ഭാഷയിൽ നമ്മളെ പരിചയപ്പെടുത്തുന്ന ശാസ്ത്രമാണ് പൂർവമീമാംസ. അവിടെ നമ്മൾ നൽകുന്നത് ദേവതകളെ സ്തുതിക്കുകയും ആ ദേവതകളുടെ സ്തുതി ഏതു മന്ത്രത്തിലാണോ ആ മന്ത്രത്തെ ഉച്ചരിക്കുകയും ആ ദേവതയ്ക്ക് എന്താണോ ഹവിസായി നൽകേണ്ടത് ആ ഹവിസിനെ നൽകുകയും ആ ദേവതയോട് പ്രാർത്ഥിക്കുകയുമാണ്. അപ്പൊ പൂർവമീമാംസ നമുക്ക് ദേവതാജ്ഞാനത്തെ നൽകും. ആ ദേവതാജ്ഞാനം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതായത് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ നമ്മൾ അധ്യയനം ചെയ്യേണ്ടത്. മന്ത്രം മാത്രം പഠിച്ചതുകൊണ്ടായില്ല. ബ്രാഹ്മണങ്ങൾ അടക്കം നമ്മൾ എന്ത് ചെയ്യണം? വേദത്തെ അധ്യയനം ചെയ്യണം. ഋഗ്വേദം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അഗ്നി, വായു, ആപഹ, വരുണൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ ക്രമത്തില് അനേകം ദേവതകളെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ ശരിക്കും? അപ്പൊ ദേവത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് യാസ്കനോട് ചോദിച്ചപ്പോ യാസ്കൻ പറഞ്ഞു, മന്ത്രഗതഃ വിഷയഃ ദേവത. ഒരു മന്ത്രത്തിൽ ഏത് വിഷയത്വമാണോ ചർച്ച ചെയ്തിരിക്കുന്നത് ആ വിഷയത്തിന്റെ പേരാണ് ദേവത. യാസ്കന്റെ അഭിപ്രായ, നിരുക്തകാരന്റെ അഭിപ്രായ. അപ്പൊ ഒരു മന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു സൂക്തത്തിന്റെ ദേവത അഗ്നിയാണ് എന്ന് പറയുമ്പോൾ ആ മന്ത്രത്തിന്റെ സബ്ജക്റ്റ് ആണ് അഗ്നി. നിരുക്തകാരൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ദേവാഹ വൈ ദേവതാഹ, ദേവന്മാർ തന്നെയാണ് ദേവതകൾ, ദേവതകൾ തന്നെയാണ് ദേവന്മാർ. കുടുങ്ങിയോ? മന്ത്രഗതമായ വിഷയമാണ് ദേവത എന്ന് പറഞ്ഞ യാസ്കൻ തുടർന്ന് എന്ത് പറഞ്ഞു? ഈ ദേവന്മാരും ദേവതകളും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. ദേവന്മാർ തന്നെയാണ് ദേവതകൾ, ദേവതകൾ തന്നെയാണ് ദേവന്മാർ. ബ്രഹ്മസൂത്രത്തിന്, ഉപനിഷത്തിനും ഭഗവത്ഗീതയ്ക്കും ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം എഴുതി. പ്രസ്ഥാനത്രയീ ഭാഷ്യം എന്ന് പറയും. ബ്രഹ്മസൂത്രം, ഉപനിഷത്ത്, ഭഗവത്ഗീത, ഇത് മൂന്നിനും ചേർന്നുള്ള ഭാഷ്യമാണ് പ്രസ്ഥാനത്രയീ ഭാഷ്യം. ആ പ്രസ്ഥാനത്രയീ ഭാഷ്യത്തില് അദ്ദേഹം പറഞ്ഞു, ബ്രഹ്മവേത്ത ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മവേത്ത ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തീരുന്നു എന്ന്. അത് കേട്ടിട്ടും പലരും വിമർശന ബുദ്ധിയ അതിനെ കീറി പൊളിച്ചവരുണ്ട്. അതൊക്കെ അക്കൂട്ടരുടെ സ്വഭാവമാണ്. എന്തിനേയും കീറി പൊളിക്കാൻ പോകുന്ന ശൗര്യം അവർക്കുണ്ട്. അവർ കീറി പൊളിച്ചോട്ടെ, അവർക്ക് കിട്ടുന്നത് എടുത്തോട്ടെ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല.
അപ്പൊ ഈ ദേവതയും ദേവനും ഒന്നാണെന്നുള്ളതായ യാസ്കന്റെ വചനവും ബ്രഹ്മവേത്താവ് ബ്രഹ്മമായി തീരുന്നു പറയുന്നതായ ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷ്യത്തിലെ പന്തിയും വാസ്തവത്തിൽ ഒന്നിനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യുക, പൂരകമാക്കുക. യാസ്കൻ പറഞ്ഞതിനെ ശങ്കരാചാര്യ സ്വാമികള് ഒന്നുകൂടി അതിന് വിളക്കിയിരിക്കുക, വെളുപ്പിച്ചിരിക്കുക, അതിലൊന്നുകൂടെ പ്രകാശം പരത്തിയിരിക്കുക. അങ്ങനെ പൂർവമീമാംസ ദേവതാജ്ഞാനത്തെ നൽകുന്നു. ആ ദേവതാജ്ഞാനത്തെ പ്രാപിക്കാനാണ് യജ്ഞയാഗങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത്. മോഡേൺ സ്റ്റഡിയിലേക്ക് വരാം നമുക്ക്, ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക്. പൂർവമീമാംസയുടെയും നിരുക്തന്റെയും ശങ്കരാചാര്യ സ്വാമികളുടെയും ഈ വേദസംബന്ധമായിട്ടുള്ള ആലോചനകളിൽ നിന്ന് ആധുനിക വിദ്യാഭ്യാസം വഴിമാറിയോ? ഇല്ല. എന്തുകൊണ്ടില്ല? നമ്മൾ എന്തിനാ പഠിച്ചത്? ഒരു നിശ്ചിത കാലം വരെ പഠിച്ചത് എന്തിനാ? സത്യസന്ധമായിട്ട് പറയാം, അറിവിന് വേണ്ടി പഠിച്ചു എന്ന് ചിലർ പറയും. പോട്ടെ, സത്യത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ പഠിച്ചത്? ജോലി കിട്ടാൻ വേണ്ടി. അതെ, സത്യം. നമ്മൾക്ക് ആ പഠനത്തെ ആധാരമാക്കിയിട്ട് ഒരു പറ്റിയ ജോലി വേണം. അതിനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ജോലിക്ക് വേണ്ടിയുള്ള പഠനം പോലെയാണ് പൂർവമീമാംസയുടെ അധ്യയനം. ആ പൂർവമീമാംസയുടെ അധ്യയനം കഴിയുമ്പോൾ ധർമ്മസംബന്ധമാണ്. അതായത് പൂർവമീമാംസയുടെ വിഷയം എന്ന് പറയുന്നത് ധർമ്മമാണ്. ധർമ്മം എന്താണോ ഈ ലോകത്ത് ജനിച്ച ഒരു മനുഷ്യന്റെ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാല് ഒരു മനുഷ്യന്റെ വികസന സാധ്യത, ആ വികസന സാധ്യതയെ കണ്ടറിഞ്ഞ് ലോകത്തിന് ഉപകരിക്കാൻ വേണ്ടി അവനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആചാര്യന്റെ ചുമതല. അതല്ലേ നടക്കണമെന്നും. നമ്മൾ എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞെങ്കിലും നമ്മുടെ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ടും നമ്മൾ നമ്മുടെ പിള്ളേരെ സ്കൂളിൽ തന്നെ ചേർക്കണം. പാശ്ചാത്യ വിദ്യാഭ്യാസമാണ് ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാനാണ്. പക്ഷെ നമ്മുടെ പിള്ളേര് പോണ സ്കൂളിലേക്ക് തന്നെയാ, ആ സ്കൂളിലേക്ക് തന്നെയാ. ഒരു വിരോധാഭാസം പോലെയാ. അതിനെ കുറ്റം പറഞ്ഞിട്ട് പിള്ളേരെ നമ്മൾ തള്ളിവിടുന്നത് അങ്ങോട്ടാ. നമ്മൾ രാവിലെ എഴുന്നേക്കുന്നത് മുതൽ വൈകുന്നേരം എഴുന്നേക്കുന്നവരെ നമ്മൾ ഈ അധ്വാനിക്കുന്നത് മുഴുവനും പിള്ളേരെ ഒരു നല്ല രീതിയിൽ നല്ല തലത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിന് പഠിപ്പ് വേണ്ടേ? ആ പഠിപ്പിന് നമ്മൾ കൊടുക്കുന്ന ഒരു പേരുണ്ട്, സബ്ജക്റ്റ്. എന്താ സബ്ജക്റ്റ്? സബ്ജക്റ്റിന് മലയാളത്തിൽ പറയുന്ന പേരാണ് വിഷയ. വിഷയ. ഭഗവത്ഗീത വിഷയത്തെ നിഷേധിച്ചില്ല, വിഷയങ്ങളെയാണ് നിഷേധിച്ചത്. എന്താ പറഞ്ഞത്? ഭഗവത്ഗീത വിഷയങ്ങളെ മാത്രമേ നിഷേധിച്ചിട്ടുള്ളൂ, വിഷയം എന്നുള്ള ഏകവചനത്തെ നിഷേധിച്ചിട്ടില്ല.
വിഷയങ്ങളെ നിഷേധിച്ചെടുത്ത് പറഞ്ഞിട്ട് ധ്യായതോ വിഷയാൻ ബഹുവചന. ആ ബഹുവചനത്തെ നിഷേധിച്ചിട്ടുള്ളത് കാരണമുണ്ട്. അപ്പൊ അങ്ങനെ പൂർവമീമാംസ അധ്യയനം ചെയ്ത് മന്ത്രഗതമായ വിഷയങ്ങളെ ഉൾക്കൊണ്ട് നമ്മൾ ആ മന്ത്രഗതമായ വിഷയത്തിൽ നിന്ന് നമുക്ക് പറ്റിയ ഒരു വിഷയത്തെ നമ്മൾ സിലക്ട് ചെയ്യണം. നമുക്ക് പറ്റിയ വിഷയത്തെ സിലക്ട് ചെയ്യണം. അവിടെ ബഹുവചനം നടക്കില്ല. അതുകൊണ്ടാണ് ബഹുവചനത്തെ എതിർത്തത് ഭഗവത്ഗീത. എനിക്ക് ഇതും വേണം അതും വേണം എന്ന് പറഞ്ഞാൽ എവിടെയും എത്തില്ല. ഇതും കിട്ടില്ല അതും കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ, നമ്മൾ ടാലന്റഡ് ആയിട്ടുള്ള, ഏതിലാണോ നമ്മുടെ പൊട്ടൻഷ്യൽ മികച്ചു നിൽക്കുന്നത് അത് കണ്ടെത്തണം. അത് കണ്ടെത്താനാണ് ഈ അധ്യയനം. വിവേകാനന്ദ സ്വാമികളും എഡ്യൂക്കേഷനെ കുറിച്ച് അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ? അപ്പൊ ഈ പൂർവമീമാംസ പറയുന്നതായ വിഷയം, ആ വിഷയത്തിന് യാസ്കൻ പറയുന്ന പേര്, അതിന്റെ പേര് ദേവത എന്നാണ്. വിഷയത്തിന്റെ പേര് ദേവത എന്നാണ്. എന്നിട്ട് യാസ്കൻ പറഞ്ഞു ആ ദേവതയെ അറിയുന്നവൻ ആ ദേവതയായി തീരുന്നു എന്ന് പറഞ്ഞു. അതിനെ ശങ്കരാചാര്യസ്വാമികൾ പുഷ്ടി ചെയ്തു, അതിനെ പുഷ്ടിപ്പെടുത്തി. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ വൈശേഷിക ദർശനം പഠിക്കണം. ധർമ്മവും ധർമ്മിയും, ദ്രവ്യവും ഗുണവും, ദ്രവ്യം ഗുണം കർമ്മം സാമാന്യം വിശേഷം സമവായം, അങ്ങനെ പദാർത്ഥങ്ങൾ വൈശേഷികത്തിലുണ്ട്. അത് അധ്യയനം ചെയ്യുമ്പോഴാണ് എന്താണ് യാസ്കൻ പറഞ്ഞത്, എന്താണ് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത് എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുക. അല്ലെങ്കിൽ വെറുതെ അത് മാന്തി പൊളിച്ചതിനെ വികൃതമാക്കിക്കൊണ്ടിരിക്കും നമ്മൾ. അങ്ങനെ അധ്യയനം കഴിയുന്നതോടുകൂടി ധർമ്മജിജ്ഞാസ പ്രകരണം അവസാനിച്ചു. ധർമ്മജിജ്ഞാസ പ്രകരണം ജൈമിനി മുനിയുടെ പൂർവമീമാംസ അവസാനിക്കുന്നു. അടുത്തതേതാ? അടുത്തതാണ് ബ്രഹ്മജിജ്ഞാസ. ബ്രഹ്മജിജ്ഞാസയെ കുറിച്ച് മുണ്ടകോപനിഷത്ത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ബ്രഹ്മതത് ലക്ഷ്യമുച്യതേ. ഒറ്റ വാക്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, മുഴുവൻ ശ്ലോകം പറഞ്ഞില്ല. മുഴുവൻ ശ്ലോകം കേട്ടുള്ളൂ മുണ്ടകത്തിന്റെ. പ്രണവോ ധനുഃ ശരോ ഹി ആത്മാ ബ്രഹ്മതത് ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവേത്. പ്രണവോ ധനുഃ, പ്രണവമാണ് അവിടെ ചാപം, ധനുഷ്. ശരോഹി ആത്മാ, താനാകുന്ന ആത്മാവാണ് ശരം. പ്രണവമാണ് ധനുഷ്, താനാണ് ശരം, താനാകുന്ന ആത്മാവാണ് ശരം. ബ്രഹ്മ തത് ലക്ഷ്യമുച്യതേ. ഏത് സബ്ജക്റ്റാണോ നമ്മൾ പഠിച്ചത് ആ സബ്ജക്റ്റിലൂടെയുള്ള സഞ്ചാരം, ആ സബ്ജക്റ്റ് നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എത്തിക്കും.
ആ സബ്ജക്റ്റ് നമ്മളെ എവിടെയാണോ കൊണ്ടുപോയി എത്തിക്കുന്നത് അതിന്റെ പേരാണ് ബ്രഹ്മം. അങ്ങനെ നമ്മുടെ ബ്രഹ്മം എന്ന് പറയുന്ന നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ നിർണയിച്ചു കഴിഞ്ഞാൽ പ്രണവമാകുന്ന ധനുഷിൽ താനാകുന്ന ആത്മാവിനെ തൊടുത്ത് അപ്രമത്തേന പ്രമാദരഹിതനായി. എന്താ പ്രമാദം? ഒരു മനോരോഗമാണ് പ്രമാദം. യോഗദർശനത്തിൽ പോണത് കേൾക്കണമെങ്കിൽ, എന്താന്ന് അറിയണമെങ്കിൽ. അപ്പൊ പ്രമത്തനാവാതെ വേദവ്യം തന്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ ദൃഷ്ടി പായിച്ചുകൊണ്ട് മുന്നേറുക. പ്രണവ തന്മയോ ഭവേത്. ശരവ തന്മയോ ഭവേത്. ആരെയാണ് നമ്മളിവിടെ ശരം എന്ന് പറഞ്ഞത്? ആത്മാവിനെ. ആ ആത്മാവ് അവിടെ ചെന്ന് അതിനോട് ചേരുമ്പോ തന്മയനായിത്തീരും. തന്മയനായിത്തീരും. തന്മയനാകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ഞാൻ സമം അത്, അത് സമം ഞാൻ. ഇതാണ് തന്മയത്വം. ബ്രഹ്മവേത്താവ് ബ്രഹ്മം, ബ്രഹ്മം ബ്രഹ്മവേത്താവ്. അപ്പൊ ഈ ബ്രഹ്മവേത്താവ് ബ്രഹ്മത്തിൽ എത്തിച്ചേരുമ്പോൾ എന്തായിത്തീരുന്നു? തന്മയനായിത്തീരുന്നു, ബ്രഹ്മമയനായിത്തീരുന്നു, ബ്രഹ്മമായിത്തീരുന്നു. ഈ വിഷയത്തിലൂടെ മുന്നോട്ട് നടന്ന് നമ്മൾ എന്തായിത്തീരുന്നു? നമ്മൾ ആ വിഷയത്തെ പ്രാപിക്കുന്നു, ആ വിഷയത്തെ അനുഭവിക്കുന്നു. ആ വിഷയത്തെ പ്രാപിക്കുമ്പോൾ ആ വിഷയത്തിന്റെ പേരെന്താണോ അത് തന്നെയാണ് നമ്മുടെ പേര്. അതുകൊണ്ട് ആൾക്കാര് പേരിന്റെ കൂടെ ഡോക്ടർ വാസുദേവൻ. ആരാ ഡോക്ടർ? ഞാനാ. താൻ ആരാ? ഞാൻ ഡോക്ടറാ, അല്ലേ? ഞാനെന്ന് പറയണതോ എന്റെ അഹമനുഭൂതി. ആ അനുഭൂതിയിൽ വേറെ സാധനം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, വാല് പോലെ. പേരിൽ വാല് കാണുന്ന പോലെ ഈ അഹമനുഭൂതിയില് ഡോക്ടർ എന്നുള്ളതായിട്ടുള്ള ഒരു വിഷയം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡോക്ടറിന് പഠിക്കുന്നവൻ ഡോക്ടറായിത്തീരുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവൻ എഞ്ചിനീയറായിത്തീരുന്നു, വക്കീലിന് പഠിക്കുന്നവൻ വക്കീലായിത്തീരുന്നു. അതാണ് ഈ ശരവ തന്മയോ ഭവേത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത് തന്നെയാണ് ഈ ദേവൻ തന്നെയാണ് ദേവത എന്ന് യാസ്കൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് തന്നെയാണ് ബ്രഹ്മൈവ ഭവതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഡോക്ടറായി തീർന്നു കഴിഞ്ഞാലോ, ഇവരാരും പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാറില്ല. ചിലവർക്ക് അഹങ്കാരമുണ്ടോ, എനിക്ക് എല്ലാം അറിയാമെന്നുള്ള ഭാവം ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ആ ഓരോ ഉദ്യോഗത്തിന്റെയും അതിന്റെ സൂക്ഷ്മമായ വശങ്ങളെ കണ്ടറിയുന്നവർ, വാസ്തവത്തിൽ നീ ഡോക്ടർ ആയെങ്കിലും നിനക്ക് വൈദ്യം കാര്യമായിട്ട് അറിയില്ല. നീ എഞ്ചിനീയർ ആയെങ്കിലും എഞ്ചിനീയറിംഗ് നിനക്ക് കാര്യമായിട്ട് അറിയില്ല. നീ വക്കീലായെങ്കിലും ആ വക്കീൽ പണി നിനക്ക് കാര്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? യു ഷുഡ് പ്രാക്ടീസ്. അത് തന്നെ യോഗശാസ്ത്രം പറയുന്നത്. നമ്മൾ ഓരോ സമാധിയിലെത്തിക്കഴിഞ്ഞാൽ ആ സമാധിയെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോഴോ ആ സമാധി അതിന്റെ ഏറ്റവും മകുടമായ രൂപത്തിലേക്ക്, പാരമ്യത്തിലേക്ക് വരും. അപ്പോൾ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ പറയാൻ ലൗകികനായ വ്യക്തിക്ക് കഴിയില്ല. നമ്മളിപ്പോ പഠിപ്പിക്കുന്ന പോലെ പറയാൻ ലൗകികനായ വ്യക്തിക്ക് കഴിയില്ല. എന്നാൽ അവനെ കാര്യം അറിയാം. വേദം പറയുന്ന സമസ്ത കാര്യങ്ങളും ലൗകികനായ വ്യക്തിക്ക് അറിയാം. പക്ഷെ വേദം പറയുന്ന ആ ഭാഷയിൽ അവതരിപ്പിക്കാൻ ലൗകികന് അറിയില്ല.
എന്താ കാരണം? കാരണം അവന് സ്കൂളിൽ പോയിട്ടില്ല, അവന് ഗുരുസാമീപ്യം ഉണ്ടായിട്ടില്ല. ഈ കല അവന് കരഗതമാവണമെങ്കിൽ ഗുരുസ്വാമിത്യം വേണം. ഇത് നീലോൽപ്പലമാണ്. ഏത്? ഈ ശാസ്ത്രത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് നീലോൽപ്പലമാണ്. നീലോൽപ്പലം എവിടെ ഉണ്ടാവണേ? ജയപ്രകാശി, നീലോൽപ്പലം എവിടെ ഉണ്ടാവണേ? നീലത്താമര ചെളിയുണ്ടാവുന്നു. ചെളിയിലുണ്ടാവുക. ചെളിയിലുണ്ടാവുക. അല്ലേ? പക്ഷേ ചെളിയാണോ നീലത്താമര? അല്ല. അല്ലേ? ഭഗവാന്റെ അവിടെ ചാർത്തതിന് ശേഷം 4 ദിവസം കഴിഞ്ഞെടുത്തു നോക്കി. ശരിയാവില്ലേ? നിർമാല്യം. ആവൂല്ലയോ? ആവും. ആവും. പക്ഷേ ചെളിയിൽ നിന്നുണ്ടാവുന്ന താമര നമ്മളെ ആനന്ദിപ്പിക്കുന്ന രീതിയില് നമ്മുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും ഭംഗിയിലാണ് നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത്. അപ്പൊ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താ? ലൗകികരറിയുന്നതായ ചെളിയാകുന്ന ഭാഷ അതിനെ പടുത്തുയർത്തി ഒരു താലത്തിൽ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റിയ രീതിയിൽ ഒരു താമരയാക്കി മാറ്റുന്നതായിട്ടുള്ള വിദ്യയാണ് പഠനം. ലൗകികരുടെ വാക്കുകൾ ചെളിയ, ശാസ്ത്രം അറിയുന്നവരുടെ വാക്കോ താമര. ആ വാക്കുകൾ ഉപയോഗിച്ചാണ് ലൗകികർക്ക് മുമ്പിൽ ശാസ്ത്രം അറിയുന്നവർ കളിക്കുന്നത്. ആ കളിയാണ് ശകുനി പാണ്ഡവർക്ക് നേരെ കളിച്ചത്. പാണ്ഡവരെ മുഴുവനും വീഴ്ത്തിയില്ലേ? ഈ കളി കളിക്കുന്നത് കൊണ്ടാണ് സാധാരണ ജനങ്ങൾ ഭരിക്കുന്നവരുടെ അടിമയെ പോലെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദേവതാജ്ഞാനം അനുസരിച്ച് നമുക്ക് ഈ ജഗത്തിൽ മാന്യമായ ഒരു ഇടം ലഭിക്കണമെങ്കിൽ എന്തിനാ അത് ലഭിക്കണത്? ബ്രഹ്മണിവ അരേ വിജ്ഞാതേ സർവം ഇതം വിജ്ഞാതം ഭവതി. ആ ഒരു സ്ഥാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് എന്തു വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റും. കാരണം ആ സ്ഥാനം അത്രയും വിലപ്പെട്ടതാണ്, അതിന്റെ മാനം അത്രയും ഉയർന്നതാണ്. അതുകൊണ്ടല്ലേ ഇത്രയും പൈസ നമ്മൾ വാരി വലിച്ചെറിഞ്ഞ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഈ പൂർവമീമാംസയും ഉത്തരമീമാംസയും ഉപനിഷത്തുകളെയോ ഒന്നും പൗരസ്ത്യന്മാരും നശിപ്പിച്ചിട്ടില്ല, പാശ്ചാത്യന്മാരും നശിപ്പിച്ചിട്ടില്ല. അതിനെല്ലാം ചുമന്നു നടന്നിരുന്ന നമ്മൾ പോലും അറിയാതെ അതിനെ ഭംഗിയായിട്ട് വർക്കൗട്ട് ചെയ്തു. വർക്കൗട്ട് ചെയ്തിട്ടോ നമ്മൾ ഇപ്പോഴും അതിന്റെ ചുമട്ടുകാരാണ്. ഇങ്ങനെ എത്രയോ ഭൂമിയുടെ പ്രമാണപത്രങ്ങൾ നമ്മൾ തറവാട്ടുകാർ ചുമന്ന് നടന്നിരിക്കുന്നു. ആരെങ്കിലും വലിയ രാജാവായോ?
നമ്മുടെ പഴമയിലേക്കാ ചോദിക്കുന്നത്. നമ്മുടെ തറവാട്ട് മഹിമയില്ലേ? എത്ര ഭൂമിയാണ് നമുക്ക് ഉണ്ടായിരുന്നത്? എത്ര കൃഷിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു? എത്രയോ ഇനം കൃഷി ഉണ്ടായിരുന്നു. നമ്മുടെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു പോരുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കിട്ടിയതെല്ലാം നമ്മൾ ചുമന്നു. അതിനെ നമ്മൾ പൂജിച്ചില്ല. പൂജിക്കാൻ കഴിയില്ലോ. അതിൽ നിന്ന് എന്താണോ കിട്ടുന്നത് ആ ഉപയോഗം, അതിൻ്റെതായ ഉപയോഗം കണ്ടെത്തി അതിനെ ഉപയോഗിക്കലാണ് പൂജ. അതുകൊണ്ട് അതുകൊണ്ട് യജ്ഞം എന്ന് പറയുന്നതിൽ ആദ്യമേ തന്നെ പറയുന്നത് യജ ദേവപൂജ സംഗതീകരണ ദാനേഷു. നമുക്ക് ഉപലബ്ധമായിട്ടുള്ള റിസോഴ്സ് എന്താണോ ആ റിസോഴ്സിനെ നമ്മൾ പൂജിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ആ റിസോഴ്സിലെ ഓരോ പദാർത്ഥവും എന്തിനു വേണ്ടിയിട്ടാണോ അതിന്റെ ഗുണങ്ങൾ കണ്ടറിഞ്ഞ് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യാൻ അറിയില്ലെങ്കിലോ അതിനെ അറിയുന്നവരുടെ സഹായം തേടണം. ദേവപൂജ. അറിയുന്നവർ അവരുടെ അറിവ് നമുക്ക് പകർന്നു തരണമെങ്കിൽ അവർ നോക്കും എന്താ ഇവന്റെ പരിപാടി, ഇവന് എത്രയുണ്ട്. അവർ അതിന് ദക്ഷിണ പറയും. ശാസ്ത്രം പറഞ്ഞ ദക്ഷിണയാസ പരിക്രിയതേ. അങ്ങനെ ദക്ഷിണ കൊടുത്ത് നമ്മളൊരു വിദ്വാൻ എന്ത് ചെയ്യും? വിലയ്ക്ക് വാങ്ങും. ആ വിദ്വാന്റെ ജോലി എന്താ? നമുക്കത് നേരെ പാട്ടിന് നടത്തി തരിക. അങ്ങനെയാണ് യജമാനനും യജമാനത്തിയും ചേർന്ന് എന്ത് ചെയ്യും? ഋത്തുക്കുകളെ യാഗം നടത്താൻ വേണ്ടി വിളിക്കും. ഋത്തുക്കൾക്ക് അല്ലെ യജമാനനും യജമാനത്തിക്കും യാഗം നടത്താൻ അറിയില്ല, അല്ലെങ്കിൽ അതിനുള്ള സാമർഥ്യം കുറവാണ്. അപ്പൊ അതിന് സാമർഥ്യമുള്ള ഒരാളെ കണ്ടെത്തും. ഇവിടെ ഒരു രാജാവിന്റെ ഉദാഹരണമുണ്ട് രാമായണത്തില്. ലോമപാദ മഹാരാജാവിന് പുത്രൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മന്ത്രിമാർ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ഒരു പുത്രകാമേഷ്ടി നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചത് അമ്മായിച്ചനോടല്ല, അപ്പൂപ്പനോടല്ല, അതിനെ അറിയുന്ന മന്ത്രിയോട് തന്നെ ചോദിച്ചു, ഈ പുത്രകാമേഷ്ടി ആരാണ് നടത്തി തരിക? അപ്പൊ ഇവര് പറഞ്ഞു ഒരാളുണ്ട്, പക്ഷെ കിട്ടാൻ വലിയ എളുപ്പമല്ല. രാജാവ് പറഞ്ഞു എന്ത് സംഭവിച്ചാലും ശരി പുത്രകാമേഷ്ടിക്ക് അയാൾ വന്നേ തീരൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഋഷ്യശൃംഖനെ, നിങ്ങൾ ആ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും, വൈശാലിയിൽ കൊണ്ടുവന്നത്. സത്യത്തിൽ അതേ ഇവിടുത്തെ കേരള ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്നുള്ളൂ. ഒരു പ്രോജക്റ്റ് നടപ്പാക്കേണ്ടത് കാര്യം വരുന്ന സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യും? ഏജൻസിയെ സമീപിക്കും. സർക്കാരിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ട്, അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക? അപ്പൊ അതിന് എന്താണ് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, എന്താണ് അതിന് വേണ്ടതായിട്ടുള്ള ചെലവ്, മൂലധനം എത്രയാണ്? ചിലപ്പോൾ അത് വിദേശ ഏജൻസി ആയിരിക്കും. ആ ഏജൻസി വരുന്നു, സ്റ്റഡി ചെയ്യുന്നു, അവർ ഗംഭീരമായ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിനെ ചുരുങ്ങിയ അത് ഒന്നും നടന്നിട്ടില്ല, വെറും പഠനം മാത്രമേ നടന്നിട്ടുള്ളൂ. ആ റിപ്പോർട്ടാണ് പിന്നീട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുക. ടെൻഡർ വയ്ക്കും. ടെൻഡർ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ടെൻഡറിന്റെ പണവും കൂടി നമുക്ക് നമ്മുടെ പട്ടിയിൽ തന്നെ വീഴാൻ വേണ്ടിയിട്ട് എത്തിക്കും. അതാണ് ഇപ്പൊ അഴിമതി എന്ന് പറയുന്നത്.
അപ്പൊ ഋഷ്യശൃംഖനെ അങ്ങനെ എന്ത് ചെയ്തു? ലോമപാത മഹാരാജാവ് വരുത്തി. അങ്ങനെ എന്തായി? ഗംഭീരമായിട്ട് പുത്രകാമേഷ്ടി നടന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞത്, യജമാനനും യജമാന പത്നിക്കും യാഗസംബന്ധമായിട്ടുള്ള അതിന്റെ ഗതിവിഗതികളെ അത് നടത്തി കൊടുക്കുന്നവരാണ് ഋത്വിക്കുകൾ. ഋത്വിക്കുകൾക്ക് അവർ എന്ത് ചെയ്യും? ദക്ഷിണ കൊടുക്കും. ആ ഋത്വിക്കുകൾ പ്രധാനമായിട്ട് 4 പേരാണ്. ഹോതാവ് ഋഗ്വേദി, ആധ്വർയോ യജുർവേദി, ഉദ്ഗാതാവ് സാമവേദി, ബ്രഹ്മൻ അഥർവവേദി. അവരുടെ ദൗത്യം എന്താ? ഹോമിക്കലാണ് ഹോതാവിന്റെ ജോലി, അത് എക്സിക്യൂട്ട് ചെയ്യലാണ് അധ്വർയുവിന്റെ ജോലി, അതിന്റെ മഹിമയെ പാടിപ്പുകഴ്ത്തുന്നതാണ് ഉദ്ഗാതാവിന്റെ ജോലി, അതിന്റെ ടെക്നിക്കൽ എറേഴ്സ് കണ്ടെത്തി അതിന് ടെക്നോളജി പ്രദാനം ചെയ്യലാണ് ബ്രഹ്മന്റെ ജോലി. ഈ നമ്മുടെ നാട്ടിലെ ഈ സൗത്രാമണി പോലുള്ള മഹായാഗങ്ങൾ എന്തുകൊണ്ടാണ് നിന്നുപോയത്? അത് ചെയ്യാൻ ആളില്ല. എന്തുകൊണ്ട് ആള് ചെയ്യാനില്ല? കാരണം ശരീരം ഇവിടെ വച്ചിട്ട് അതിന്റെ എസൻസ് ആധുനിക രൂപത്തിലേക്ക് മാറി. അവിടെ ഹോതാവുണ്ട്, അധ്വരിയുണ്ട്, ഉദ്ഗാതാവുണ്ട്, ബ്രഹ്മനുണ്ട്. ഈ 4 പേർക്കും അവരവരുടെ ജോലിയുടെ പൂർത്തീകരണത്തിന് എത്ര പേരെ സ്വീകരിക്കണമോ അത്ര പേരെ സ്വീകരിക്കാം. അങ്ങനെ ഓരോ വിഭാഗത്തിലും 4 പേര് വന്നാൽ 4 16ആയി. സോമയാഗത്തിൽ കാണാം 16 പേര്. കുറെ കഴിയുമ്പോഴോ അത് ചെറിയ ചെറിയ ഫാക്കൽറ്റികൾ ഉണ്ടാക്കും. കാരണം ലോകത്ത് ജനസംഖ്യ അത്രയുണ്ട്, അവർക്കെല്ലാം ജീവിക്കണം അല്ലേ? അപ്പൊ അവരെ കൂടി യജ്ഞത്തിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നമ്മുടെ ജോലി സ്പ്ലിറ്റ് ചെയ്യും. ഇന്നലെ ചെയ്ത മുഴുവൻ ജോലി ഞാൻ ചെയ്യില്ല, ഇന്ന് മുതൽ ഇത്രയും ജോലി അവൻ ചെയ്യും. അവനൊരു പേര്, അവനൊരു ബേസിക് വിദ്യാഭ്യാസം വേണം, അവന് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവന് ശമ്പളമുണ്ട്. അവരെല്ലാവരും ദേവതമാരാണ്. ആ ദേവതകളെല്ലാം കൂടുന്നതാണ് ആ പ്രോജക്റ്റ് എന്ന് പറയുന്ന ബ്രഹ്മം. എന്ന് വെച്ചാൽ നമ്മൾ പരിതപിക്കുന്ന രീതിയിൽ വേദം എവിടെയും പോയിട്ടില്ല. വേദം പോയാൽ ആ വേദം പോകുന്ന ക്ഷണത്തിൽ ഈ ലോകം ഇല്ലാണ്ടാവും. വേദമില്ലാതെ ലോകമില്ല, ലോകമില്ലാതെ വേദമില്ല. അതുകൊണ്ട് പരമാത്മാവ് പറയുന്ന പോലെ, അതായത് പരക്കെ അറിയപ്പെടുന്ന പോലെ, പരമാത്മാവ് മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്ത് ചെയ്തു? വേദത്തെ പ്രകാശിപ്പിച്ചു. സൃഷ്ടിയുടെ അവസാനം ഈ വേദത്തെ മുഴുവനും തിരിച്ചു. അപ്പോ പ്രാപഞ്ചികമായിട്ടുള്ള ശില്പിയുടെ ജ്ഞാനമാണ് വേദമെങ്കിൽ ആ ശില്പിയുടെ ജ്ഞാനത്തെ ആ ശില്പിയുമായിട്ട് ഹൃദയബന്ധം പുലർത്തിക്കൊണ്ട് നമുക്ക് കൈവരിക്കാൻ കഴിയും. അതിനെ നമ്മൾ ഈശ്വരൻ എന്ന് നാമം കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യന് ആ ഈശ്വരനോളം ഉയരാൻ കഴിയും, വലുപ്പമാർജിക്കാൻ കഴിയും, രക്ഷകനാകാൻ കഴിയും എന്നർത്ഥം. അതുകൊണ്ട് നോക്കി, അവനവന്റെ കാര്യം മാത്രം ജീവിച്ചു നോക്കി നടത്തി ജീവിച്ചിരുന്നതായ ഒരു യുവാവ്, അയാൾ അധ്യയനം കഴിഞ്ഞ് അയാളൊരു വിവാഹം കഴിച്ച് ഒന്നിന് പകരം 2ആയി, അയാളും പത്നിയുമായി. കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഒരു സന്താനം വേണമെന്ന്, 3ആയി. 2ാമത്തെ സന്താനത്തിന് ആഗ്രഹം വന്നപ്പോ 4ആയി. 4 സന്താനം മാത്രമായിട്ട് നമുക്ക് വിവരിക്കാൻ പറ്റുമോ? ഇല്ല. ഈ സന്താനം ഉണ്ടാവുന്നതിന്റെ ഓരോ ഘട്ടത്തിലും, വിവാഹത്തിന്റെ ഓരോ ഘട്ടത്തിലും 2 കുലങ്ങളിലുള്ള ആൾക്കാര്, പല കുടുംബങ്ങൾ നമ്മുടെ കുടുംബത്തോട് അടുത്തു വന്നു ചേരും. അവിടെയൊക്കെ നീക്കുപോക്കുകളുണ്ട്, അവിടെയൊക്കെ വ്യവഹാരങ്ങളുണ്ട്, അവിടെയൊക്കെ കൊടുക്കൽ വാങ്ങലുകളുണ്ട്.
ഇവിടെയുള്ളത് അവിടെ കൊണ്ടുവന്നെത്തിക്കുക, അവിടെയുള്ളത് ഇവിടെ കൊണ്ടുവന്നെത്തിക്കുക. അപ്പൊ അവിടുത്തെ സംസ്കാരത്തെയും നമുക്കറിയാൻ പറ്റും, ഇവിടുത്തെ സംസ്കാരത്തെയും അറിയാൻ പറ്റും, അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം അറിയാൻ പറ്റും, ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം ആർക്കറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ ക്രമേണ 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 ഒരു വലിയ നെറ്റ് വിരിക്കും, വലിയ നെറ്റ്. ആ നെറ്റിന്റെ പേരാണ് ഇന്റർനെറ്റ്. ആ നെറ്റിന്റെ പേരാണ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ എന്താ? അതിലുള്ളത് നമുക്കെടുക്കാം, നമ്മളിലുള്ളത് അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതാണ് ഇന്റർനെറ്റ്. അമ്മായിച്ചന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, എനിക്കൊരു ഇത്ര രൂപ തരുമെന്ന്. നമുക്ക് അവിടുന്ന് അങ്ങോട്ടാണ് കൊടുക്കണ്ടെങ്കിലോ, അമ്മായിച്ചാണ് ചോദിക്കണമെങ്കിലോ, അടുപ്പുണ്ടെങ്കിൽ ചോദിക്കാം, അങ്ങോട്ട് കൊടുക്കാം. വാസ്തവത്തിൽ ഈ വേദാദി ശാസ്ത്രങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് എന്താണോ അതിനെ വിപുലീകരിക്കുക മാത്രമേ മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ. മനുഷ്യൻ പുതിയതായിട്ട് ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. വിപുലീകരിച്ചു. പിന്നെ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള കാര്യത്തെ കണ്ടുപിടിക്കുന്നതും അതിനെ ഇൻവെന്റ് ചെയ്യുന്ന രണ്ട് രീതികളുണ്ട്. കണ്ടുപിടിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രം ഇതാണ് എന്ന് പറഞ്ഞിട്ട് മന്ത്രം എഴുതിയെടുത്താൽ അത് കണ്ടുപിടുത്തായി, ഡിസ്കവറി ആയി. ഏത് അധ്യായത്തില് ഏത് സൂക്തത്തില് എത്രാമത്തെ ആണോ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഡിസ്കവറി ആയി. ഡിസ്കവറി കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനെ നമുക്ക് സമൂഹത്തിന് അനുസരിച്ച് പരുവപ്പെടുത്തണ്ടേ. അപ്പൊ അതിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആ ഡിസ്കവേർഡ് ആയിട്ടുള്ള മന്ത്രത്തെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ വികസിപ്പിച്ച് സമൂഹത്തിന്റെ ലക്ഷ്യത്തിന് അനുഗുണമായ രീതിയിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുന്ന ജോലി, അതാണ് ഇൻവെൻഷൻ. നമ്മൾ പറയാറില്ലേ, മനുർഭവ ജനയാ ദൈവ്യം ജനം. അതൊരു മന്ത്രത്തിന്റെ അവസാന ഭാഗമാണ്. ഒരു മനുഷ്യനായി പിറന്നിട്ട് ദൈവികമായിട്ടുള്ള ജനങ്ങൾക്ക് പിറവി കൊടുക്കുക. അതാണ് ആ മന്ത്രത്തിന്റെ അർത്ഥം. അതെങ്ങനെയാ? മന്ത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആ മന്ത്രാർത്ഥത്തെ കണ്ടെത്തി അതിൽ കാലികമായിട്ടുള്ള ദേശീയമായിട്ടുള്ള പരിണാമങ്ങൾ വരുത്തി അത് സമൂഹത്തിന് ഗുണം ചെയ്യുമെന്ന് പല രീതിയിൽ പരീക്ഷിക്കപ്പെട്ട് അത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊടുക്കുമ്പോഴാണ് മനുഷ്യൻ എന്ന രീതിയിൽ ദൈവികമായ രചനയ്ക്ക്, ദൈവികമായിട്ടുള്ള ഒരു ലോകരചനയ്ക്ക് നമ്മൾ കണ്ണിയാവുന്നത്. ആ ഒരു ആശയത്തോടു കൂടിയിട്ടാണ് പൂർവമീമാംസയും ഉത്തരമീമാംസയും രചിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാമി ദയാനന്ദന്റെ കൃതികൾ, ആ കൃതികളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന മൂന്നെണ്ണം: സത്യാർത്ഥ പ്രകാശം, യജുർവേദ ഭാഷ്യം, ഷോഡശ സംസ്കാരങ്ങൾ. 3 ടൂളുകളാണ്: സത്യാർത്ഥ പ്രകാശം, യജുർവേദ ഭാഷ്യം, ഷോഡശ സംസ്കാരങ്ങൾ. ഈ 3 ടൂളുകൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലും വലിയ ഒരളവിലേക്ക് വൈദിക സംസ്കൃതിയെ കാലാനുസൃതമായി ദേശാനുസൃതം നമുക്ക് പരിവർത്തനം ചെയ്ത് അവതരിപ്പിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, അതിന് വലിയ സ്വീകാര്യത ഇവിടെ കിട്ടും. കാരണം ജനങ്ങൾക്ക് അത് ആവശ്യമാണ്.
ഇന്നും അത് എന്താണെന്ന് അവർക്ക് അറിഞ്ഞിട്ടില്ല. അത് കേവലം ബ്രാഹ്മണരുടെ ചില ക്രിയകളിൽ നിന്ന് മാത്രമേ അവർക്ക് അറിയൂ. അതങ്ങനെ ചുരുങ്ങിപ്പോവാൻ കാരണം അത് പ്രസന്റ് ചെയ്തവർ വികസനത്തിന്റെ മാർഗത്തിൽ ആണ്, പക്ഷെ പൂർണ്ണമായിട്ട് അവർ വികസിതരല്ലാത്തത് കൊണ്ടാണ്. അതവരുടെ കുറ്റമല്ല. പിന്നെയോ അവരുടെ കാലത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എത്രയാണോ അത് അവർ ചെയ്തു. ഇന്ന് നമുക്ക് ലഭിച്ച ഭൂമി എന്ന് പറയുന്നത് അവർ ഒരുക്കിയ ഭൂമികൾ കൂടി ചേർന്നതാണ്. അവരൊന്നും നടത്താതെ, ഒന്നും പരിവർത്തനം വരുത്താതെ അല്ല പോയത്. അറ്റ്ലീസ്റ്റ് ഈ വേദമന്ത്രങ്ങൾ, ഷഡംഗങ്ങൾ, ഷഡ്ദർശനങ്ങൾ, ഷോഡശ സംസ്കാരങ്ങൾ, ഇതിന്റെ പേരെങ്കിലും ജനമധ്യത്തിലേക്ക് അവരെത്തിച്ചില്ലേ? അവരുടെ കാലത്ത് അതേ നടക്കുമായിരുന്നുള്ളൂ. അപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ സൃഷ്ടിച്ചത് ഒരു ഒറ്റയടി പാതയാ. ഒരാൾ നടന്നുപോയി കുറെ വർഷങ്ങൾക്ക് ആ വഴി നടക്കാൻ ആരും ഉണ്ടാവില്ല. അവിടെ വീണ്ടും പുല്ല് കൂടും. അപ്പൊ നമുക്ക് തോന്നും ഇതിൽ കൂടെ ആരും നടന്നിട്ടില്ല എന്ന് തോന്നും. തെറ്റാ. അപ്പൊ ഈ ഒരു പ്രകരണത്തില് അവരെല്ലാവരും നമ്മുടെ പൂജനീയന്മാരായിട്ടുള്ള പൂർവികന്മാരാണ്. അവരെല്ലാം ദീപവുമായിട്ട് നമുക്ക് മുന്നേ ഗമിച്ചവരാണ്. അവർക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഈശ്വര നിശ്ചയാണ്, യോഗമാണ്. നമുക്ക് പോകാനുള്ള മാർഗവും അത് തന്നെ. അതുകൊണ്ട് നമ്മുടെ ഈ ശാസ്ത്രങ്ങൾ വലുതാണ് എന്ന് നമ്മൾ പറയുമ്പോ അറിഞ്ഞിട്ടാണോ പറയുന്നത്? അല്ല, കേട്ടുകേൾവിയാണ്, ഊഹാപോഹങ്ങളാണ്. നമ്മുടെ ഇത് മുഴുവൻ മോശമാണെന്ന് പറയുന്നതോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ്, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ചാമ്പൻ തോണിയും ഊമ്പൻകൽ കോലും എന്ന് പറഞ്ഞ പോലെ പ്രചാരണത്തിൽ ഇറങ്ങിയവർക്കും അതിന്റെ അല്പം മാത്രമായിട്ടുള്ള വിവരമേ ഉള്ളൂ. എതിർക്കുന്നവർക്കും അതിന്റെ അല്പം. അതുകൊണ്ട് അവർ തമ്മിൽ ഇങ്ങനെ എന്ത് ചെയ്തും സംവദിച്ചുകൊണ്ടിരിക്കും. നടക്കട്ടെ, അതൊരു ലോകഗതിയാണ്, ലോക സ്വഭാവ. അപ്പൊ ഇതാണ് ഈ പൂർവമീമാംസയുടെയും ഉത്തരമീമാംസ എന്ന് പറയുന്നതായിട്ടുള്ള വേദാന്തത്തിന്റെയും അതിന്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ഉപനിഷത്തിന്റെയും തത്വം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മുറുക്കി പിടിക്കണം. മുറുക്കി പിടിക്കുക മാത്രമല്ല, നമ്മുടെ ശാസ്ത്രബുദ്ധി ഉപയോഗിച്ച് ആ വിവേകപ്രാപ്തിയിലുള്ളതായ നമ്മുടെ ആഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ധർമ്മം, എന്താണ് ബ്രഹ്മം എന്ന് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ധർമ്മം എന്താണോ അതിനെ ഉറപ്പാക്കുകയും ബ്രഹ്മം എന്താണോ അതിനെ ലക്ഷ്യമിടുകയും ഈ ധർമ്മം ഉപയോഗിച്ചുകൊണ്ട് ആ ബ്രഹ്മമാർഗത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യണം. ആ സഞ്ചാരത്തിനാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ധർമ്മം ചര എന്ന വാക്ക്. അപ്പൊ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് നൽകിയത് ആ ധർമ്മത്തിലൂടെ ചരിക്കാനാണ്, ആ ധർമ്മത്തെ വർക്കൗട്ട് ചെയ്യാനാണ്. വർക്കൗട്ട് ചെയ്യുമ്പോഴോ ഇത് നമ്മുടെ എല്ലാ പിന്നോക്കാവസ്ഥയ്ക്കും കാരണം ഇതിൽ ആസ്ഥയില്ല. പൊതുവെ തന്നെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയുന്നത്, ഓ എന്ത് വേദം, ഇതൊക്കെ കുറെ നമ്പൂരിമാർ ഉച്ചരിച്ചിട്ട് പോയതാ, അതിലൊന്നും ഇല്ലെന്നേ, അതൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. എന്നാൽ അവരുടെ മക്കൾ ഇപ്പൊ എന്താ ചെയ്യണേന്ന് നമ്മൾ അന്വേഷിക്കണ്ടോ? അവരുടെ മക്കള് വേദം ഉച്ചരിക്കാനൊന്നും വരുന്നില്ല. അവർ വേറെ വലിയ വലിയ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. അവരാണ് കാശുള്ളവർക്ക് ഇത് വ്യാഖ്യാനിച്ചു കൊടുത്തത്. എന്നിട്ടോ നിങ്ങളെ കൂടെ കയറാൻ പാടില്ല എന്നോട് നമ്മളെ വേലിക്കെട്ടിനപ്പുറത്ത് മാറ്റി നിർത്തി. അത് അവരുടെ ഉള്ളില് നമ്മളോട് അവജ്ഞ ഉണ്ടായത് കൊണ്ടല്ല,
കാരണം ഈ ഉന്നതിയുടെ മാർഗത്തിൽ അവർ അവരുടെ കയ്യിലുള്ള വിദ്യ അത് അവരാണ് തീരുമാനിക്കുന്നത് ആർക്ക് കൊടുക്കണം എന്നുള്ളത്. ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞ പോലെ ഏതദ്ദേശ പ്രസൂതസ്യ സകാശാദഗ്രജന്മനഃ സ്വംസം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവാഹ. പക്ഷേ ഒരു കാര്യം അവസാനമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഈ അരിയും പരിപ്പെല്ലാം നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിയുമ്പോ പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ കൂട്ടും. തീ അല്പം നന്നായിട്ട് കത്തിക്കും. അങ്ങനെ നൊരഞ്ഞ് പതഞ്ഞിങ്ങടെ പോരുമ്പോ ആ നൊരയോടും പതയോടും കൂടിയിട്ട് കുറച്ച് വെള്ളം പാത്രത്തിന്റെ സൈഡിൽ കൂടി അടുപ്പിലേക്ക് വീഴും. അത് പോയി, അത് തിരിച്ചു പാത്രത്തിലേക്ക് വരില്ല. ഇതുപോലെയാണ് ഒരുപാട് പൈസ ചെലവാക്കി നമ്മുടെ സംസ്കൃതിയെ കുറ്റം പറഞ്ഞുകൊണ്ട്, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയവരില്ലേ, അവര് പരിപ്പ് തിളച്ചു പോയ പോലെയുള്ളവരാ. അവര് മടങ്ങി വരില്ല. അവരവിടെ സെറ്റിലാവാനുള്ള യത്നത്തിലാണ്. ഇനി അവർക്ക് അവിടുന്ന് തിളയ്ക്കാൻ പറ്റൂല, ഇവിടെ തിളയ്ക്കാൻ പറ്റുള്ളൂ. തിളച്ചു കഴിയുമ്പോഴോ നമ്മുടെ ഇവിടെ അവശേഷിക്കുന്നവരുടെ ഭാഗ്യം തെളിയും. അത് നിന്ന് പാകമാവും. അതിന്റെ ഒരു ലക്ഷണമാണ് കുറെ കഴിഞ്ഞിട്ടായാലും ഈ ദർശനത്തെക്കുറിച്ച് സമഗ്രമായിട്ടൊന്ന് അറിയണം എന്നൊരു ആഗ്രഹം നമ്മൾ ഉന്നയിച്ചില്ലേ. നമുക്ക് തോന്നിയില്ലേ? അതതിന്റെ ലക്ഷണം. നമ്മൾ പാകമാവാൻ തീരുമാനിച്ചതിന്റെ, വേവാൻ തീരുമാനിച്ചതിന്റെ ലക്ഷണം. അപ്പൊ എന്നാൽ കഴിയുന്നത് എന്താണ്? അണ്ണാറക്കണ്ണനും തന്നാലായതെന്നുള്ള രീതിക്ക് ഞാൻ ഈ വിഷയത്തെ ഇന്ന് രണ്ടാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് അവതരിപ്പിച്ചു. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി തുടർന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ അടുത്ത വ്യാഴാഴ്ച ആവാം. ഹലോ മാഷേ, തുടർന്ന് വെക്കണ്ടല്ലേ? വെക്കാലോ അല്ലേ? അത് അവിടുന്നല്ലേ പറയാം. പ്രേംജി വന്നിട്ട് പ്രേംജി വന്നിട്ടില്ല. എന്തെങ്കിലും ക്ലാസ് വേണം മാഷേ? ഓക്കെ. ഇപ്പൊ എന്റെ ഇത് മാത്രമേ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഉള്ളൂ. അതെ അതെ. ആചാര്യന്റെ ഈ ക്ലാസ് വേണം. കാരണം നമ്മളെ പോലെയുള്ളവർക്ക് ഇപ്പം റെഗുലർ ആയിട്ടൊന്നും വന്ന് പഠിക്കാനുള്ള അവസരമില്ല. അപ്പം ഇങ്ങനത്തെ ക്ലാസ്സുകളിലൂടെ മാത്രമാണ് ഇങ്ങനത്തെ അറിവുകളൊക്കെ കിട്ടുന്നത്. കാരണം അത് കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞത് പൂർവമീമാംസയില് ദേവതകളെ പറ്റിയാണ് കൂടുതൽ. ദേവതാ വിജ്ഞാനം, അതായത് ദേവതാ വിജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അഗ്നി, ഈ നമ്മൾ കാണുന്ന ഈ പ്രകൃതി ശക്തികളിലുള്ള അതിനെ പറ്റിയാണ് പറയുന്നത്. ഈ നമ്മൾ കാണുന്ന ഇതായ ശക്തികളെല്ലാം അധികവും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ആണ്. അപ്പൊ ആ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ശക്തികൾക്ക് ഒരു ബോഡി ഉണ്ട്. അപ്പൊ ആ ബോഡി കല്ലാവാം, മണ്ണാവാം, ജലമാവാം. ആണ്. കാരണം എന്തിനും ഒരു പാത്രം വേണ്ടേ? വേണം. ഇപ്പൊ പായസം നമുക്ക് കൊടുക്കണമെങ്കിൽ ഒരു പാത്രമോ ഒരു പോളിത്തീൻ കവറോ ഒക്കെ വേണം. വെള്ളം കൊടുക്കാൻ ഒരു ഗ്ലാസ് വേണം എന്ന് പറഞ്ഞ പോലെ ഈ ഓരോ ശക്തികളും അതിന്റെ ആധാരത്തിലാണ് കുടികൊള്ളുന്നത്. ഇല്ല, ഇപ്പൊ നെല്ലിന്റെ ഉള്ളില് അരി സ്ഥിതി ചെയ്യുന്ന പോലെ. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ നമ്മളൊരു നെല്ലിനെ എടുക്കുമ്പോ നമുക്ക് നെല്ല്, അതിന്റെ ഉമി, തവിട്, ഇതാണ് അതിന്റെ പ്രാഥമികമായിട്ടുള്ള അറിവ്. പിന്നെ അരി കുത്തുന്നത് എങ്ങനെയാണ്, പേറ്റുന്നത് എങ്ങനെയാണ്, കൊഴിക്കുന്നത് എങ്ങനെയാണ്, വെക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ വാർക്കും. പക്ഷെ കുറെ കഴിയുമ്പോഴാണ് എന്ത്
ഈ അരി എങ്ങനെ എവിടുന്ന് വന്നു? അപ്പൊ അരി കൊണ്ടുള്ളതായ പ്രയോജനത്തെ കടന്ന് കുറെ നാൾ കഴിയുമ്പോ ഈ അരി എവിടുന്ന് വന്നു, എന്താണ് അതിന്റെ പരിണാമത്തിന്റെ ഘട്ടങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. അത് സംസ്കാരത്തിന്റെ ഭാഗം. ഈ ഷോഡശ സംസ്കാരത്തിൽ അതും പെടും. എന്നിട്ടല്ലേ അരിയിലെ ഗുണപരിവർത്തനം നമ്മൾ വരുത്തുന്നത്. കാരണം ഒരുപാട് ആളുകൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൃഷിയുടെ ഉൽപ്പന്നം വേണമെങ്കിൽ എന്ത് വേണം? അതിന്റെ ദീർഘകാലം കൊണ്ട് വിളവുണ്ടാവുന്നതായ ഒരു ധാന്യം, അതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിൽ പരിവർത്തനം വരുത്തിയിട്ട് അതിനെ വേഗത്തിൽ ഉൽപ്പന്നമാക്കുന്ന രീതിയിലേക്ക് ജൈവികമായ ടെക്നോളജി ഉപയോഗിക്കും. അപ്പൊ ഇതെല്ലാം വാസ്തവത്തിൽ നമ്മുടെ പഠനങ്ങളുടെ ഫലമാണ്. അപ്പോ അവിടെ എല്ലായിടത്തും നമ്മുടെ ബുദ്ധിയാണ് എന്ത് ചെയ്യുന്നത്? മന്ത്രം നൽകുന്ന ആശയത്തിൽ നമ്മുടെ ബുദ്ധി ഒരു ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചനയോടെ പ്രവർത്തിക്കുമ്പോൾ മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞ പോലെ എന്താണോ നമ്മുടെ ആവശ്യം, ആ ആവശ്യത്തെ നിറവേറ്റുന്ന രീതിയിലേക്ക് ആ മന്ത്രത്തിലെ പുതിയ ആശയത്തിന്റെ സ്പ്രൗട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഈ ശാസ്ത്രങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് ഉദാഹരണമായിട്ട് വച്ചിരിക്കുന്നത് കൃഷിയെ, മുള വരുന്നതിനെ, വള്ളികളെ, സമുദ്രത്തിലെ തിരമാലകളെ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പൊ ഇതില് ഭൗതികമായ ശക്തികളുണ്ട്, ദൈവികമായ ശക്തികളുണ്ട്, ആത്മീയമായ ശക്തികളുണ്ട്. അതെന്താണെന്ന് അടുത്ത ദിവസം പറയാം. ആചാര്യ, ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, അങ്ങനെ പറഞ്ഞപ്പം അതിനർത്ഥം അതായത് പ്രകൃതിയിലുള്ള കാര്യങ്ങളെ പറ്റിയാണോ അതിനകത്ത് പറയുന്നത്? ദേവതകളെന്ന് ഉദ്ദേശിച്ചപ്പോ നമ്മൾ ദേവത എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ എന്താ പറയുന്ന ഈ വരുണദേവനായി ആ ഒരു ദേവന്റെ രൂപമാണ് ആദ്യം മനസ്സിൽ വരുന്നത്, അല്ലെ ദേവിയായി? അല്ല, ഇത് രണ്ടും പൂർവമീമാംസയുടെയും ഉത്തരമീമാംസയുടെയും വിഷയമല്ല. ഇത് സാഖ്യത്തിന്റെയും യോഗത്തിന്റെയും വിഷയമാണ്. അപ്പൊ അത് ആ ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാമല്ലോ. തീർച്ചയായും. വളരെ നന്ദി ആചാര്യ. ഹരിയോ. നമസ്തേ മാഷേ, ഇപ്പൊ ക്ലാസ് അവസാനിപ്പിക്കാല്ലേ? ശരി, നമസ്തേ.